ഒന്നോ ഒന്നിലധികമോ ക്യാരക്ടേഴ്സിനെ നമ്മൾ പറയുന്ന അത്രയും തവണ റിപ്പീറ്റ് ചെയ്യാൻ അഥവാ ആവർത്തിക്കാനായിട്ടാണ് എക്സലിലെ റിപ്പീറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. എക്സലിലേതുപോലെ തന്നെ ഗൂഗിൾ ഷീറ്റ്സിലും റിപ്പീറ്റ് ഫംഗ്ഷൻ ഉണ്ട്. ഗൂഗിൾ ഷീറ്റ്സിലെ റിപ്പീറ്റ് ഫംഗ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഒന്നോ ഒന്നിലധികമോ ക്യാരക്ടേഴ്സിനെ നമ്മൾ പറയുന്ന അത്രയും തവണ റിപ്പീറ്റ് ചെയ്യാനായിട്ടാണ് ഗൂഗിൾ ഷീറ്റ്സിലെ REPT ഫംഗ്ഷൻ അഥവാ റിപ്പീറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഈ സെല്ല് നോക്കാം. ഈ സെല്ലിലൊരു ആസ്റ്ററിസ്ക് സൈൻ കാണാം. ഈ ആസ്റ്ററിസ്ക് സൈൻ 3 തവണ റിപ്പീറ്റ് ചെയ്ത് കിട്ടാനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഈക്വൽ REPT. നോക്കുക, റിപ്പീറ്റ് ഫംഗ്ഷൻ്റെ ഉപയോഗം ഇവിടെ എഴുതിയിരിക്കുന്ന കാണാം. സ്പെസിഫൈഡ് ടെക്സ്റ്റ് റിപ്പീറ്റഡ് എ നമ്പർ ഓഫ് ടൈംസ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. റിപ്പീറ്റ് ഫംഗ്ഷന് 2 ആർഗ്യുമെൻറ്റ്സ് ആണുള്ളത്. ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് ടെക്സ്റ്റ് ടു റിപ്പീറ്റ്. ഇവിടെ നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടത് ഈ സെല്ലിലുള്ള ആസ്റ്ററിസ്ക് സൈൻ ആണ്. ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു, കോമ. രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് നമ്പർ ഓഫ് റെപ്പിറ്റീഷൻസ്. ഈ ആസ്റ്ററിസ്ക് സൈൻ 3 തവണയാണ് നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി 3 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, ഈ സെല്ലിലുള്ള ക്യാരക്ടർ 3 തവണ റിപ്പീറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം. ഇനി ഈ ആസ്റ്ററിസ്ക് സൈൻ 10 തവണയാണ് റിപ്പീറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഫോർമുലയിൽ 3ൻ്റെ സ്ഥാനത്ത് 10 എന്ന സംഖ്യ ഉപയോഗിക്കുക. 10, എൻ്റർ. ഈ സെല്ലിൽ ഏത് ക്യാരക്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാലും അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാലും ആ ക്യാരക്ടേഴ്സ് 10 തവണ റിപ്പീറ്റ് ചെയ്യുന്നത് കാണാം. വൺ, 2, എൻ്റർ. നോക്കുക, 1, 2 ഈ 2 സംഖ്യകൾ 10 തവണ വീതം റിപ്പീറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം. ഇനി ഈ സെല്ലിലുള്ള A എന്ന ക്യാരക്ടർ തൊട്ടിപ്പുറത്തെ സെല്ലിൽ പറഞ്ഞിരിക്കുന്ന അത്രയും തവണ റിപ്പീറ്റ് ചെയ്യാനായിട്ട് ഈക്വൽ REPT ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് ടെക്സ്റ്റ് ടു റിപ്പീറ്റ്. ഈ കാണുന്ന സെല്ലിലുള്ള A എന്ന ക്യാരക്ടറാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു, കോമ. രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് നമ്പർ ഓഫ് റെപ്പിറ്റീഷൻസ്. ഈ സെല്ലിൽ പറഞ്ഞിരിക്കുന്ന അത്രയും തവണയാണ് ഈ ക്യാരക്ടർ റിപ്പീറ്റ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ സെല്ല് സെലക്ട് ചെയ്യുന്നു, എൻ്റർ. നോക്കുക, A എന്ന ക്യാരക്ടർ 5 തവണ റിപ്പീറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം. ഇനി ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ആദ്യത്തെ കോളത്തിൽ കൊടുത്തിട്ടുള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇമോജീസ് അടുത്ത കോളത്തിൽ പറഞ്ഞിട്ടുള്ള അത്രയും തവണ റിപ്പീറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം. ഇനി റിപ്പീറ്റ് ഫംഗ്ഷൻ്റെ ഒരു പ്രാക്ടിക്കൽ യൂസ് നോക്കാം. ഈ ടേബിൾ നോക്കാം. ഇവിടെ ആദ്യത്തെ കോളത്തിൽ കാണുന്ന ടെക്സ്റ്റ് അല്ലെങ്കിൽ നമ്പർ അടുത്ത കോളത്തിൽ 0 ഉപയോഗിച്ചുകൊണ്ട് പാഡ് ചെയ്ത് ഒരൊറ്റ ഫോമാറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന കാണാം. ഈ കോളത്തിലെ എല്ലാ ടെക്സ്റ്റ് സ്ട്രിങ്ങുകളുടെയും ക്യാരക്ടേഴ്സിൻ്റെ എണ്ണം സെയിം ആണ്, 10. ഇനി ഈ കോളത്തിൽ കൊടുത്തിട്ടുള്ള ടെക്സ്റ്റ് സ്ട്രിങ്ങുകളെ അല്ലെങ്കിൽ സംഖ്യകളെ നമ്മൾക്ക് ഇഷ്ടമുള്ളൊരു ക്യാരക്ടർ ഉപയോഗിച്ചുകൊണ്ട് പാഡ് ചെയ്ത് ഒരൊറ്റ ഫോമാറ്റിലേക്ക് എങ്ങനെയാണ് കൊണ്ടുവരുന്നത് നോക്കാം. ഈക്വൽ റിപ്പീറ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. റിപ്പീറ്റ് ഫംഗ്ഷനുള്ളിലെ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് ടെക്സ്റ്റ് ടു റിപ്പീറ്റ്. ഇവിടെ 0 ഉപയോഗിച്ചാണ് നമ്മൾ പാഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ 0 ആണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്, 0, കോമ. രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് നമ്പർ ഓഫ് റെപ്പിറ്റീഷൻസ്. ഈ 0 എത്ര തവണ റിപ്പീറ്റ് ചെയ്യണമെന്നുള്ളതാണ് നമ്മളിവിടെ പറയേണ്ടത്. ഇവിടെ ഇൻപുട്ടിലെ ക്യാരക്ടേഴ്സിൻ്റെ എണ്ണം നോക്കുക, 1. അതായത് 9 തവണയാണ് ഈ 0 റിപ്പീറ്റ് ചെയ്യേണ്ടത്. ഇനി 9 എന്ന സംഖ്യ ഇവിടെ കിട്ടാനായിട്ട് ഔട്ട്പുട്ടിൽ വേണ്ടുന്ന ക്യാരക്ടേഴ്സിൻ്റെ എണ്ണം 10 മൈനസ് ഇൻപുട്ടിലെ ക്യാരക്ടേഴ്സിൻ്റെ എണ്ണം. അതിനുവേണ്ടി ലെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇൻപുട്ട് കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഒരു തവണ കൂടി 0 റിപ്പീറ്റ് ചെയ്ത ശേഷം ഇവിടെയുള്ള ടെക്സ്റ്റ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യാനായിട്ട് %, ഇൻപുട്ട് കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക, എൻ്റർ. ഇനി ഫോർമുല താഴെ കോപ്പി ചെയ്യാം. ഇനി 0യ്ക്ക് പകരം മറ്റേതെങ്കിലും ക്യാരക്ടർ ഉപയോഗിച്ചിട്ടാണ് ഈ ടെക്സ്റ്റ് സ്ട്രിങ്ങിനെ പാഡ് ചെയ്യേണ്ടതെങ്കിൽ, ഉദാഹരണത്തിന് ആസ്റ്ററിസ്ക് ഉപയോഗിച്ചിട്ട് ഈ ടെക്സ്റ്റ് സ്ട്രിങ്ങിനെ പാഡ് ചെയ്യാനായിട്ട് ഡബിൾ കോട്ട്സ് ആസ്റ്ററിസ്ക് ഡബിൾ കോട്ട്സ് എൻ്റർ. ഈ ഫോർമുല താഴെ കോപ്പി ചെയ്യുന്നു. റിപ്പീറ്റ് ഫംഗ്ഷൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള യൂസസിനെ കുറിച്ച് മറ്റൊരു വീഡിയോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുവരെയും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.